ഹലോ എവ്രിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു നാടൻ ചിക്കൻ പൊരിച്ച റെസിപ്പിയും കൊണ്ടാണ്. അപ്പം നമ്മൾ കിടുക്കാച്ചി ചിക്കൻ എങ്ങനെ തയ്യാറാക്കാമെന്നൊരു വീഡിയോ ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് നമ്മൾ ചിക്കനൊക്കെ നന്നായി കഴുകിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് 2-3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ അതിലേക്ക് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ പച്ചമുളക് അരച്ചതും കൂടെ മിക്സ് ആക്കിയിട്ടുണ്ട്. അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മല്ലിച്ചപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ കുറച്ച് 2-3 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. ശേഷം നന്നായി നമ്മൾ കൈ വെച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായി കുഴച്ചെടുക്കണം. നല്ല മസാല പിടിക്കുള്ളൂ എല്ലാ സ്ഥലത്തേക്കും. അപ്പോൾ നന്നായി കുഴച്ചെടുക്കുക. ഒരു 2-3 വട്ടമൊക്കെ നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇപ്പോൾ ഈ ഒരു രീതിയിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം നമുക്ക് ഫ്രീസറിലല്ലാതെ തന്നെ ഫ്രിഡ്ജിൽ വെക്കാം. ഇതിൽ കോൺഫ്ലവർ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല കളറിനൊക്കെ ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. റെഡ് കളറല്ലാത്ത വേറൊരു ഓറഞ്ച് പോലത്തെ കളറൊക്കെ ആയി വരും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് അത് ഫ്രിഡ്ജിൽ വെക്കുന്നതിനും മുന്നായിട്ട് തന്നെ അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇതിന് മുന്നേ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ വിനാഗിരി ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ലാസ്റ്റാണ് ചെയ്തത്. അത് കുഴക്കുമ്പോൾ തന്നെ വിനാഗിരി ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ. ഇനി നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മളൊരു 10-15 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് പൊരിക്കാനായിട്ട് എടുക്കുന്നത്. നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ചട്ടിയിലേക്ക് വെച്ചിട്ടുള്ളത്. ചീനച്ചട്ടിയാണ്. ഇപ്പം നമ്മൾ സൺഫ്ലവർ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളെല്ലാ പീസസും അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് പൊരിച്ചെടുക്കണമാവും നന്നാവുക. പിന്നെ നമ്മളൊരു 10-15 മിനിറ്റോളൊക്കെ ഫ്രിഡ്ജിൽ വെക്കണം. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ പൊരിച്ചെടുക്കുക. അപ്പോൾ നന്നായി മസാല ഒക്കെ പിടിച്ചിട്ടുണ്ടാവും. നിങ്ങൾ എത്രത്തോളം നേരത്തെ കുഴച്ച് വെക്കണം അതിനനുസരിച്ച് മസാല പിടിക്കും. ഇതിപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും വേണ്ടിയിട്ടാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കുഞ്ഞ് ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓളൊന്ന് എനേബിൾ ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, റിലേറ്റീവ്സിനൊക്കെ പിന്നെ കമൻറ്റ് ചെയ്യുക. അപ്പം നന്നായി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഒരു ആവറേജ് ഫ്ലെയിമിൽ ഇട്ടാൽ മതി. നന്നായി ഫ്ലെയിമിലിടണ്ട. അപ്പോൾ ഉള്ളിൽ വേവില്ല, പുറം വെന്ത പോലെ തോന്നും. അപ്പം അങ്ങനെ ആക്കിയെടുക്കരുത്. അപ്പോൾ ഇതാ നമ്മൾ അതിന് ശേഷം ഇങ്ങനെ മറിച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മളത് കോരിയെടുക്കുക. ഈസിയാണ്. ഇത് അറിയാത്തവരൊക്കെ ഉണ്ടാവും. മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടുകൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ സുർക്കയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങ ആഡ് ചെയ്യാം. വിനാഗിരി ഇല്ലെങ്കിൽ വിനാഗിറാണ് ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ നമ്മൾ ചിക്കൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ലൊരു വീഡിയോയിലും കാണുന്നവരെ അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. എല്ലാവർക്കും സുഖമായിരിക്കുക. ബൈ.